ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ഗർഭഛിദ്ര പരാതിയിൽ അവകാശമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റി അതിനകത്ത് നടന്നിട്ടുണ്ടോ എന്നുള്ളത് ഞങ്ങൾ പരിശോധിച്ചിട്ട് ആ പരാതി പരിശോധിച്ചതിന് ശേഷം മാത്രമേ നടപടിയിലേക്ക് ഞങ്ങൾ പോകുകയുള്ളൂ. ഒന്നിൽ കൂടുതൽ ഡിജിറ്റൽ തെളിവുകളാണ് നിലവിലുള്ളത്. ഒന്ന് ഓഡിയോ സംഭാഷണമുണ്ട്, മറ്റൊന്ന് ഒരു വാട്സപ്പ് ചാറ്റിൻ്റെ ഇതുണ്ട്. അങ്ങനെ തെളിവുകൾ കൂടി ഉണ്ട്. അത് ഞങ്ങൾ അല്ല അത് ശരിക്കും പരിശോധിക്കേണ്ടത്. അതിന്റെ അതോറിറ്റീസ് അത് പരിശോധിക്കട്ടെ. അതിന് പരിശോധനയ്ക്കായിട്ട് ഞങ്ങൾ അത് അയച്ചു കൊടുക്കും. എപ്പോഴാണ് ഈ പരാതി ലഭിച്ചത്? പെൺകുട്ടിയാണോ പരാതി? ഇന്നലെയാണ് പരാതി നൽകിയത്. ഒരു തേർഡ് പേഴ്സൺ ആണ് പരാതി നൽകിയിട്ടുള്ളത്. അപ്പോൾ അതിലും പരിശോധന നടത്തട്ടെ. ഇന്നിപ്പോൾ ഈ ഒരു പ്രോഗ്രാം ഉള്ളത് കൊണ്ടാണ് ഞാൻ, അല്ലെങ്കിൽ അത് ഇന്ന് തന്നെ ആഫ്റ്റർ ലഞ്ച് അത് പരിശോധിച്ചതിന് ശേഷം അല്ല, അതിപ്പോൾ തീരുമാനിക്കാൻ കഴിയില്ല. അത് ഗൗരവ സ്വഭാവം ഉള്ളതാണെങ്കിൽ തന്നെ അന്വേഷണ ഏജൻസികൾ, വിവിധ അന്വേഷണ ഏജൻസികൾ ഉണ്ടല്ലോ, അവരിൽ നമ്മൾ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്. ആ അന്വേഷണ ഏജൻസികൾ പരിശോധിച്ചിട്ട് റിപ്പോർട്ട് സമർപ്പിക്കട്ടെ. എന്നിട്ട് അതിനുശേഷം എന്ത് തീരുമാനമെടുക്കണമെന്ന് ആ സമയത്ത് പറയാം. പരാതിക്കകത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് കൃത്യമായി പറഞ്ഞിട്ടാണ് അങ്ങനെ ഞാൻ ഇപ്പോൾ പറയുന്നത് ശരിയല്ലല്ലോ. അത് ഈ മാധ്യമങ്ങളിൽ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ആ ഓഡിയോ ക്ലിപ്പ് അടക്കമാണോ പരാതി നൽകിയിട്ടുള്ളത്? അതിൽ എൻ്റെ കയ്യിൽ വന്നിട്ടുള്ളത് പരാതിയുടെ ഒരു കോപ്പി മാത്രമാണ്. അതിലിപ്പം മെയിലിൽ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ പരിശോധിച്ചതിന് ശേഷം പറയാം. ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നത് വലിയ കുറ്റകരമായിട്ടുള്ള കാര്യം തന്നെ. അത് കുറ്റകരം തന്നെയാണ്, ആ കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇതിനകത്തുള്ള ഒരു പരിമിതികളുണ്ടല്ലോ. നമുക്ക് പരാതിക്കാരി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇതിന് ഗർഭചിത്രത്തിന് വിധേയമായിട്ടുള്ള സ്ത്രീ എന്ന് പറയുന്നവർ ഇപ്പോഴും നമുക്ക് കാണാമറിയത്താണ്. അപ്പോൾ അതൊക്കെ നമുക്ക് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം. അത് ഒരു പരിമിതിയല്ല. കാരണം ഒരു പബ്ലിക് ഇൻട്രസ്റ്റിന്റെ മേലെ കമ്മീഷന് പരാതി നൽകുന്നതിന് തടസ്സമില്ല. അതിൽ ആള് നമ്മൾ അതിനകത്ത് കൺസെന്റ് ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടോ, എല്ലാ കാര്യങ്ങളും അവരിൽ നിന്ന് നമ്മൾ അവരെ കാണണ്ടേ, എഫക്ട് ചെയ്തിട്ടുള്ള ആളെ കാണണ്ടേ. അതുകൂടെ നമ്മൾ ഒരു പരിമിതിയാണ്. ഈ പരാതി ജെനുവിനാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ തുടർ നടപടി എന്തൊക്കെയായിരിക്കും ബാലാവകാശ കമ്മീഷൻ സ്വീകരിക്കാൻ കഴിയുന്നത്? അത് പോലീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തീരുമാനിക്കാം. ആ പോലീസ് കേസെടുക്കുമല്ലോ. അപ്പോൾ സമയത്ത് പോലീസിനോട് കേസെടുക്കാൻ നിർദ്ദേശിക്കാം. നമുക്ക് അങ്ങനെ ശുപാർശ ചെയ്യാൻ കഴിയും. ഇത് സംബന്ധിച്ച് നമുക്ക് ശുപാർശ ചെയ്യാം, ഗവൺമെന്റിനോട് ശുപാർശ ചെയ്യാം. ആവശ്യമായ നടപടികൾ എന്തൊക്കെ എടുക്കണമെന്ന് ഗവൺമെന്റിനോട് ശുപാർശ ചെയ്യാം. നിലവിൽ ഈ വിഷയത്തിൽ അന്വേഷണം കമ്മീഷന്റെ ഭാഗത്ത് തുടങ്ങിയിട്ടുണ്ടോ? അന്വേഷണം ഇപ്പം നമ്മളിപ്പോൾ പരിശോധിക്കട്ടെ. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇന്ന് പരിശോധിക്കുന്നതേ ഉള്ളൂ. ആ പരാതി വിശദമായി പരിശോധിച്ചതിന് ശേഷം ബാക്കി എന്ത് നടപടികൾ സ്വീകരിക്കണമെന്ന് അതിനുശേഷം തീരുമാനിക്കാം. ശരി. പരിശോധിച്ച ശേഷം നടപടി എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഗർഭഛിദ്ര ആ വിവാദത്തിൽ ഇപ്പോൾ പ്രതികരണം, ബാലാവകാശ കമ്മീഷന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ചില പരിമിതികൾ നേരിടുന്നുണ്ട് എന്നുള്ള കാര്യം പരാതിക്കാരി ഇപ്പോഴും കാണാമറയത്താണ് എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട ചാറ്റുകളും സ്ക്രീൻഷോട്ടുകളും ഓഡിയോ സന്ദേശങ്ങളും മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയെങ്കിൽ പോലും കൃത്യമായി ഒരു പരാതി എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിക്കുന്നത് കുറ്റകരം തന്നെയെന്ന് അദ്ദേഹം ഇതിനിടയിൽ പറയുന്നുമുണ്ട്. പരിശോധിച്ച ശേഷം നടപടി എന്നാണ് ഇപ്പോൾ ഏതായാലും ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കമ്മീഷൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത്.